ജനം ഡിബേറ്റിലെ പരാമർശത്തിൽ റിമാൻഡിലായിരുന്ന പി.സി. ജോർജിന് ജാമ്യം ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നൽകിയത്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. മിഥുൻ, പി.സി. ജോർജിന്റെ ആരോഗ്യ നിലയിൽ ചില പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിൽ നിന്നും സ്വകാര്യ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ മകനും ബി.ജെ.പി. നേതാവ് കൂടിയായ ഷോൺ ജോർജ് നേരത്തെ അറിയിച്ചിരുന്നത്. മറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്? നിലവിൽ എപ്പോഴായിരിക്കും പി.സി. ജോർജിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ? പി.സി. ജോർജിനെ ഇതുമായി നിലവിലെ കസ്റ്റഡിയിൽ, അതായത് റിമാൻഡിലാണ് പി.സി. ജോർജ് ഇതുവരെ തുടർന്നിരുന്നത്. ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ തുടരുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ചില നടപടിക്രമങ്ങളുടെ താമസം മാത്രമാണ് പി.സി. ജോർജ് പുറത്തിറങ്ങാനായിട്ടുള്ളത്. പി.സി. ജോർജ് ജയിലിൽ ഇതുവരെയായിട്ടും പോയിട്ടില്ല. മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെ തുടരുകയായിരുന്നു റിമാൻഡിലായ ആ നിമിഷം മുതൽ തന്നെ. അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സർജറി അടക്കമുള്ള കാര്യങ്ങളാണ് ഡോക്ടർമാർ ഇതോടകം തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിനെ സ്ഥിരമായി ചികിത്സിക്കുന്ന സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നത്. അതിനുപരി ചില വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയാണ് പി.സി. ജോർജിന്റെ മകൻ, ബി.ജെ.പി. നേതാവ് കൂടിയായ ഷോൺ ജോർജ്. ഈരാറ്റുപേട്ട സംബന്ധിച്ച് ഈരാറ്റുപേട്ടയിലെ ചില സമകാലിക സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈരാറ്റുപേട്ടയിലടക്കം നിരവധി തീവ്രവാദ പ്രവർത്തനങ്ങൾ, ഭീകരവാദ പ്രവർത്തനങ്ങൾ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് പി.സി. ജോർജ് വ്യക്തമായി പറഞ്ഞത്. അതിന് നിരവധി തെളിവുകളുണ്ട്, നിരവധി കേസുകൾ രാജ്യശ്രദ്ധ ഒന്നാകെ നേടുന്ന തരത്തിലുള്ള കേസുകൾ ഈരാറ്റുപേട്ടയിൽ നിന്നുണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ സംഭവങ്ങളെ അധികരിച്ചുകൊണ്ടായിരുന്നു പി.സി. ജോർജിന്റെ പ്രവർത്തനവും പി.സി. ജോർജിന്റെ പരാമർശങ്ങളെല്ലാം തന്നെ. ആ പരാമർശം ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ കൃത്യമായി ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നിലപാടിൽ യാതൊരു മാറ്റമില്ല. ഭീകരവാദത്തിനെതിരായിട്ടുള്ള നിലപാടിൽ പി.സി. ജോർജ് ഇതുവരെ മായം ചേർത്തിട്ടില്ല, വെള്ളം ചേർത്തിട്ടില്ല. അത് ഇനിയും അത്തരത്തിൽ തന്നെ തുടരുക തന്നെ ചെയ്യുമെന്ന് പി.സി. ജോർജിന്റെ മകൻ ഷോൺ ജോർജ് വ്യക്തമാക്കുകയുണ്ടായി. ആ നിലപാട് തുടർന്നുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പി.സി. ജോർജ് ഈരാറ്റുപേട്ടയിൽ നിന്ന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഒരുപക്ഷെ ഇത്തരത്തിൽ രാജ്യവിരുദ്ധ ശക്തികൾക്ക് വഴങ്ങുകയായിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോഴും നിയമസഭയിൽ മെമ്പറായി ഉണ്ടാകുമായിരുന്നു എന്ന് ഷോൺ ജോർജ് വ്യക്തമാക്കുന്നു. ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് പി.സി. ജോർജിന്റെ മകൻ ഷോൺ ജോർജ് വ്യക്തമാക്കുകയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഹൈക്കോടതി ഇത്തരത്തിൽ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന സമയത്ത്, മുൻകൂർ ജാമ്യം തള്ളുന്ന സമയത്തടക്കം പി.സി. ജോർജിനെതിരെ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. ആ പരാമർശങ്ങൾ പിൻവലിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. ഏതായാലും വിധി പകർപ്പെല്ലാം ഇറങ്ങാനുള്ള സമയമാകുന്നതേയുള്ളൂ. ആ വിധി ഇറങ്ങിയതിന് ശേഷം, ഓർഡർ ഇറങ്ങിയതിന് ശേഷമാണ് മറ്റ് ജാമ്യ വ്യവസ്ഥകൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ധാരണയെത്താൻ കഴിയൂ. പക്ഷേ കടുത്ത ജാമ്യ വ്യവസ്ഥകൾ ഉണ്ടാക്കാനുള്ള ഇടയില്ല. സ്വാഭാവികമായും എല്ലാ ജാമ്യ വ്യവസ്ഥകളിലും പറയുന്ന സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുത് എന്നടക്കമുള്ള ജാമ്യ വ്യവസ്ഥകളാണ് ഉണ്ടാവുക എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി ഇന്ന് 11 മണിക്ക് തന്നെ ഈ കേസ് പരിഗണിച്ച് ജാമ്യം ലഭിച്ചതായി അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ശക്തമായ വാദപ്രതിവാദമാണ് 3 അഭിഭാഷകർ നടത്തിയത്. ആ പരാതിക്കാരൻ്റെയും അതുപോലെ തന്നെ പി.സി. ജോർജിൻ്റെയും പിന്നെ പ്രോസിക്യൂഷൻ്റെ അഭിഭാഷകർ ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ നടത്തി. കോടതി ചോദിച്ചിരുന്ന ഒരേ ഒരു കാര്യമാണ്, ഇനിയും കസ്റ്റഡി, അതായത് ഇനിയും റിമാൻഡ് തുടരേണ്ടതുണ്ടോ, അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് മജിസ്ട്രേറ്റ് ആവർത്തിച്ച് ചോദിച്ചത്. പക്ഷേ നേരത്തെ തന്നെ പോലീസ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. കൃത്യമായി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്, തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്, മൊഴിയെടുത്തിട്ടുണ്ട്, ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി അത്തരത്തിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകേണ്ട ഒരു സ്വഭാവമില്ല ഈ കേസിന്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യമാണ്, റിപ്പോർട്ടാണ് പോലീസ് നൽകിയിരുന്നത്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്.